സോ ഈ കാണുന്നത് നമ്മൾ റീസെന്റ് 1.9 ലാക്ക് റേഞ്ചിൽ ബിൽഡ് ചെയ്തൊരു ഗെയിമിംഗ് പി സി ആണ്. ഒരു കംപ്ലീറ്റ് AMD ബിൽഡ് ആണ് ഇത്. ക്ലയന്റിന്റെ റിക്വയർമെന്റും അങ്ങനെയായിരുന്നു, സ്പെസിഫിക്കലി ഫോർ 4K ഗെയിമിംഗ് ആണ്. ആൻഡ് നോർമലി യൂസ് ചെയ്യുന്നത് പോലെ അല്ലാതെ എന്തെങ്കിലും യുണീക്ക് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് വേണമെന്ന് പറഞ്ഞു. ആൻഡ് ഓൾസോ ഒരു ബഡ്ജറ്റ് റേഞ്ചിൽ ഒതുക്കുന്ന ഒരു യുണീക്ക് ക്യാബിനറ്റ് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ ഈ കാണുന്ന പർട്ടിക്കുലർ ക്യാബിനറ്റ് ഫൈനൽ ഫിക്സ് ചെയ്തത്. ആൻഡ് ഓൾസോ ഇതിൽ സ്പെസിഫിക് ആയിട്ട് RGB എങ്ങനെ വേണം, റിംഗ് ടൈപ്പ് ഫാൻ തന്നെ വേണമെന്ന് പറഞ്ഞായിരുന്നു. അതേപോലെ തന്നെ ഒരു ബ്ലാക്ക് പി സിയും അതിൽ ലൈറ്റ്സ് വൈറ്റിൽ കോൺഫിഗർ ചെയ്ത് അങ്ങനെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കൈൻഡ് ഓഫ് തീമിൽ വരുന്ന പി സി ബിൽഡ് ആണ്. യോർ ഓൺ ടെക്നോ ഫാക്ടറി വിത്ത് മീ സുമോദ്. തുടങ്ങാം. ഓക്കെ, സോ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് നമ്മൾ ഈ പി സിയിൽ യൂസ് ചെയ്തിരിക്കുന്ന സ്പെക്സ് ഒന്ന് ഡിസ്കസ് ചെയ്യാം. പ്രോസസർ നമ്മൾ ഈ ബിൽഡിൽ കൊടുത്തത് എക്സ്റ്റെൻസീവ്ലി ഫോർ ഗെയിമിംഗ് പർപ്പസ് ആയതുകൊണ്ട് തന്നെ Ryzen 7 7800X 3D വേരിയന്റ് ആണ്. ബിക്കോസ് വി ഓൾ നോ X3D വേരിയന്റ്സ് കമ്പാരിറ്റീവ്ലി ബെറ്റർ പെർഫോമിംഗ് ആണ് ഇൻ ഗെയിമിംഗ്. സോ 7800X 3D 8 കോഴ്സും 16 ത്രെഡ്സ് ഉള്ളത് X3D V ക്യാഷ് വരുന്നതാണ്. സോ ഈ പ്രൈസ് പോയിന്റിൽ നല്ലൊരു പ്രോസസർ ആണ്. ഈവൻ 4900K ചില സിനാരിയോസിൽ ബീറ്റ് ചെയ്യുന്ന ഒരു പ്രോസസർ ആണ്. നിങ്ങൾ ബെഞ്ച് മാർക്സ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ മതി ഓൺലൈനിൽ. സോ ഹൈ എൻഡ് ഗെയിമിങ്ങിനൊക്കെ ഈസിലി റെക്കമെൻഡഡ് ആണ്. മദർ ബോർഡ് ഓഫ് ചോയ്സ് MSIയുടെ B650 ഗെയിമിംഗ് പ്ലസ് വൈഫൈ എന്ന മോഡലാണ്. സോ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഉള്ള നല്ലൊരു ബോർഡാണ്. ഫുൾ സൈസ് ATX ബോർഡാണിത്. റാം നമ്മൾ കൊടുത്തേക്കുന്നത് കിങ്സ്റ്റൺ ഫ്യൂറിയുടെ 32GB 6000 MHz കിറ്റ് ആണ്. ടോട്ടൽ 2x16 32GB. സ്റ്റോറേജിന് വേണ്ടി നമ്മൾ 2 SSDs ആണ് കൊടുത്തേക്കുന്നത്. XPGയുടെ S60 ബ്ലേഡ് 512GB, ഇത് ബൂട്ട് ഡ്രൈവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി. ആൻഡ് 2TBയുടെ XPGയുടെ തന്നെ S70 ബ്ലേഡ് എന്ന മോഡൽ. പവർ സപ്ലൈ ഡീപ് കൂൾഡ് ആണ്. ലേറ്റസ്റ്റ് വന്ന PN850M എന്ന മോഡൽ 80+ ഗോൾഡ് റേറ്റഡ് ആണ്. 80+ന്റെ മാത്രമല്ല, ഈവൻ സൈബർനെറ്റിക്സിന്റെ വെരിഫൈഡ് ആൻഡ് സർട്ടിഫൈഡ് PSU ആണിത്. ബഡ്ജറ്റ് റേഞ്ചിൽ ATX 3.0 സപ്പോർട്ട് ചെയ്യുന്ന ഗോൾഡ് റേറ്റഡ് PSU ആണ്. ദാറ്റ് മീൻസ് ഇതിൽ NVIDIയുടെ ലേറ്റസ്റ്റ് 12 VHPR കണക്ടർ ഡയറക്റ്റ് ആയിട്ട് വരുന്നതാണ്. CPU കൂൾ ചെയ്യുന്നത് ആൻടെക്കിന്റെ 360mm ലിക്വിഡ് കൂളർ ആണ്. ആൻടെക്കിന്റെ വോർട്ടെക്സ് മോഡൽ. ഇത് പർട്ടിക്കുലർലി നമുക്ക് റിംഗ് ടൈപ്പ് ഫാൻസ് വേണമെന്ന് പറഞ്ഞാണ്. സോ അങ്ങനെയാണ് നമ്മൾ ഫൈനലി ഇത് ഫിക്സ് ചെയ്തത്. ആൻഡ് അതുകൊണ്ട് തന്നെ ഫാൻസും നമ്മൾ കൊടുത്തേക്കുന്നത് സെയിം മാച്ച് ആകുന്ന ആൻടെക്കിന്റെ തന്നെ ഫ്യൂഷൻ RGB മോഡലാണ്. 4 ടോട്ടൽ ഫാൻസ് ആണ് കൊടുത്തേക്കുന്നത്. ടോപ്പിൽ 2 ബോട്ടമിൽ 2 ഇൻടേക്ക്. ആൻഡ് GPU നമ്മൾ ഓൾറെഡി പറഞ്ഞു ഒരു ഫുൾ AMD ബിൽഡ് ആണ്. സോ AMD GPU ആണ് നമ്മൾ ഇത് കൊടുത്തേക്കുന്നത്. AMDയുടെ 7000 സീരീസിലെ RX 7900XT 20GB VRAM ഉള്ള GPU ആണ്. ഗിഗാബൈറ്റിന്റെ ആണ് ഗെയിമിംഗ് OC മോഡൽ. ആൻഡ് ഫൈനലി ഈ ബിൽഡിന്റെ മെയിൻ അട്രാക്ഷൻ ദ ക്യാബിനറ്റ് Thermal Tech ബ്രാൻഡിന്റെ ആണ്. ടവർ 500 എന്ന മോഡൽ. ഇതൊരു ഇച്ചിരി പഴയ മോഡലാണ്. ഇതിന്റെ ലേറ്റസ്റ്റ് ഐ തിങ്ക് മോഡൽസ് ഒക്കെ CES-ലൊക്കെ അനൗൺസ് ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്ത്യയിൽ വന്നു എന്ന് അറിയത്തില്ല, ബട്ട് ഗ്ലോബലി പുറത്തൊക്കെ വന്നിട്ടുണ്ട്, റിവ്യൂസ് ഒക്കെ വന്നിട്ടുണ്ട്. ടവർ 300 ഐ തിങ്ക് മോഡൽ നെയിം. സോ നമ്മൾ നോർമലി കാണുന്ന ഗ്ലാസ് ടൈപ്പ് ലിയാൻലിയുടെ ആകട്ടെ അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഇപ്പോൾ എല്ലാ കേസസും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡ്യുവൽ ചേംബർ ഫിഷ് ടാങ്ക് ഡിസൈൻസ്. അങ്ങനത്തെ അല്ലാതെ കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ ലുക്സ് മാത്രമല്ല, ഓവറോൾ ഒരു ഹാർഡ്വെയറിന്റെ ഒരു സെറ്റപ്പ് വൈസ് നോക്കുവാണെങ്കിലും മദർ ബോർഡ് നമ്മൾ 90 ഡിഗ്രീസ് റൊട്ടേറ്റ് ചെയ്തിട്ടാണ് ഇതിൽ ഫിക്സ് ചെയ്യുന്നത്. സോ ടോപ്പിൽ നിന്നായിരിക്കും എല്ലാ കോമ്പണൻസ് ഹാങ് ആകുന്നത്. സ്പെഷ്യലി GPU നോക്കുവാണെങ്കിൽ ടോപ്പിൽ നിന്ന് താഴോട്ട് ഹാങ് ആകുന്ന രീതിയിലാണ് കാണുന്നത്. സോ ആ ഒരു പെർസ്പെക്ടീവിൽ നോക്കുവാണെങ്കിലും ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു ക്യാബിനറ്റ് ആണിത്. സോ അതായിരുന്നു ഈ ബിൽഡിലെ ക്യാബിനറ്റ്. സോ ഓവറോൾ സ്പെക്സ് ഇങ്ങനെയാണ്. അപ്രോക്സിമേറ്റ്ലി ഒരു 1.9 ലാക്ക് റേഞ്ചിൽ നമുക്ക് ഈ ഒരു ബിൽഡ് ചെയ്യാൻ പറ്റും. ഇത് ഈ സ്പെസിഫിക് ബിൽഡിന്റെ കോസ്റ്റ് ആണ് പറയുന്നത്. ഇതിലും കുറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ക്യാബിനറ്റ് നോർമൽ ഒരു ക്യാബിനറ്റ് വന്നെങ്കിൽ ഇതിൽ നിന്ന് ബഡ്ജറ്റ് കുറയും. അതേപോലെ SSD നിങ്ങൾക്ക് 1TB മതിയെങ്കിൽ നിങ്ങൾ എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നു അല്ലെങ്കിൽ പാർട്സ് എങ്ങനെ സെലക്ട് ചെയ്യുന്നു അതിനനുസരിച്ച് പ്രൈസും
ആൻഡ് FSR പോലത്തെ ഫീച്ചേഴ്സ്, AMD FSR ഫിഡിലിറ്റി എഫക്ട് സൂപ്പർ റെസൊല്യൂഷൻ ആൻഡ് AMD മറ്റ് ഫീച്ചേഴ്സ് ഒക്കെ നമ്മൾ എനേബിൾ ചെയ്യുവാണെങ്കിലും ഇതിലും ബെറ്റർ പെർഫോമൻസ് ആയിരിക്കും കിട്ടുന്നത്. സോ അത് 4K പോകുമ്പം കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് പഴയ ഗെയിംസിൻ്റെ കാര്യം ഞാൻ പറയുന്നില്ല, ബിക്കോസ് ലേറ്റസ്റ്റ് ഗെയിംസ് തന്നെ അത്യാവശ്യം നല്ലപോലെ പ്ലേബിൾ ആണ്. സോ പഴയ ഗെയിംസ് ലൈക്ക് GTA 5 ആകട്ടെ, ഈ വാലറന്റ് പോലത്തെ ഗെയിംസ് ഒക്കെ ഈസിലി പ്ലേബിൾ ആയിരിക്കും, അതിലൊന്നും പ്രശ്നമില്ല. സോ അതായിരുന്നു ഇന്നത്തെ വീഡിയോ. 1.9 lakh റേഞ്ചിൽ വരുന്ന ഒരു ഓൾ AMD ബിൽഡ് ആയിരുന്നു, സ്പെഷ്യലി ഫോർ 4K ഗെയിമിംഗ്. സോ നിങ്ങൾക്ക് PC ബിൽഡ്സ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ നമ്പർ കോൺടാക്ട് ചെയ്താൽ മതി, നമുക്ക് സെറ്റപ്പ് ആക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാം, ഇല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ടു സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. അടുത്തൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ ബി പോസിറ്റീവ് ആൻഡ് സ്റ്റേ ഹാപ്പി.